നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇടാനിരിക്കുന്നത് ആസാമിൻ്റെ തലസ്ഥാനമായ ഗോഹട്ടിയിലെ ഹോട്ടൽ റൂമിലാണ്. ഇവിടെ നമ്മൾ വിൻസറിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റ് EV Pro എന്ന വേരിയൻറ്റ് ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. മാരുതി ബലേനോ പോലുള്ള ഇന്ത്യയിലെ ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങളുമായിട്ട് എതിരിടാൻ വേണ്ടിയാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസ് എന്ന മോഡലിനെ കൊണ്ടുവന്നത്. അൾട്രോസ് വളരെ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സ്പോട്ട് എന്ന മോഡലൊക്കെ വന്നു. അങ്ങനെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന അൾട്രോസിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ് ഈ ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോഴേക്കും ഫേസ് ലിഫ്റ്റ് അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതായത് 9-ാം തീയതിയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 22-ാം തീയതിയാണ് ലോഞ്ച്. 22-ാം തീയതി അതിൻ്റെ വില പ്രഖ്യാപിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ടീസറുകളായിട്ടാണ് അധികവും വന്നിരിക്കുന്നത്. അതായത് ഗ്രില്ല്, ബമ്പർ, അതുപോലെ ഇൻറ്റീരിയറിൻ്റെ കുറച്ച് ടീസറുകൾ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിലും ഏകദേശം ഒരു രൂപം പിടികിട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ EV ആയ കെർവിൻ്റെ പല ഘടക ഭാഗങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അൾട്രോസിൻ്റെയും EV വരാൻ പോകുന്നുണ്ട്. പക്ഷേ കർവിൻ്റെ ഇൻറ്റീരിയർ ആയാലും അതുപോലെ എക്സ്റ്റീരിയർ ആയാലും ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും പുതിയ അൾട്രോസിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് പുതിയ അൾട്രോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പൂർണ്ണമായ രൂപത്തിലുള്ള ആ ഒരു ചിത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഉൾഭാഗത്തിൻ്റെ കാര്യമായ രീതിയിലുള്ള ചിത്രങ്ങൾ വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത് ഡാഷ്ബോർഡ് പാടെ മാറി എന്നുള്ള കാര്യമാണ്. എന്നാൽ അതുമാത്രമല്ല, ഇൻറ്റീരിയറും പാടെ മാറിയിട്ടുണ്ട്. എങ്കിലും ഡാഷ്ബോർഡിലെ ആ മാറ്റമാണ് പ്രധാനമായിട്ടും വലിയൊരു മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നത്. കർവിലെ ആ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന മാറ്റങ്ങൾ. അതുപോലെ കർവിൻ്റെ AC കൺട്രോളുകളും അൾട്രോസിൽ പ്രത്യക്ഷപ്പെടും. 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും തുടരും. പക്ഷേ അത് പഴയതുപോലെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലല്ല കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തത് ഡാഷ്ബോർഡ് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. നേരത്തെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലായിരുന്നെങ്കിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റമായിട്ട് പറയാവുന്നത്. ഇപ്പോഴത്തെ അൾട്രോസിലുള്ള പല കാര്യങ്ങളും തുടരും. അതായത് അൾട്രോസ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ സൺറൂഫ്, പിന്നിലെ AC വെൻറ്റുകൾ, പിന്നെ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങൾ, പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, വൈപ്പറുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തുടരുന്നതായിരിക്കും. വെൻറ്റിലേറ്റഡ് സീറ്റുകൾ വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. അതുപോലെ ലെതററ്റ് അപ്ഹോൾസ്റ്ററിയും ഏറ്റവും പുതിയ അൾട്രോസിൽ ഉണ്ടാകും. സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. എല്ലാ വേരിയൻറ്റുകളിലും 6 എയർ ബാഗുകൾ ഉണ്ടാകും. 360 ഡിഗ്രി ക്യാമറ, ESC, ABS എന്നിവയുമെല്ലാം ഈ ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. പക്ഷേ ABS ഒക്കെ എല്ലാ സ്റ്റാൻഡേർഡായിട്ട് തന്നെ എല്ലാ വേരിയൻറ്റുകളിലും വരാനുള്ള സാധ്യതയാണുള്ളത്. എക്സ്റ്റീരിയറിലെ മാറ്റങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാൽ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും എൻജിൻ ഓപ്ഷനുകളിലും ട്രാൻസ്മിഷനിലും യാതൊരു മാറ്റവും ഉണ്ടാകാനിടയില്ല. ഓട്ടോമാറ്റിക്, മാനുവൽ ട്രാൻസ്മിഷനുകൾ തുടരുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും പുതിയ ബലേനോ വരികയും അതോടൊപ്പം തന്നെ ഫ്രോങ്സ് വരികയും ചെയ്തപ്പോൾ അൾട്രോസിൻ്റെ വിൽപ്പന കാര്യമായ രീതിയിൽ കുറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഒന്ന് കാര്യമായ രീതിയിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ടാറ്റ മോട്ടോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയേണ്ടത്. അങ്ങനെയാണ് ഏറ്റവും പുതിയ അൾട്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെയും ഈ വാഹനം ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അത് ഈ മെയ് അവസാനമാണ് ഓടിക്കാൻ വിളിച്ചിരിക്കുന്നത്. അതുവരെ നമുക്ക് ഈ വാഹനം കണ്ട് കേട്ടുമൊക്കെ മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് റോഷ്നി പ്രഭാകറാണ്, ചെന്നൈയിൽ നിന്നും. ചോദ്യം ഇതാണ്: ഏറ്റവും പുതിയ ഹ്യുണ്ടായി എക്സ്റ്റർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ സൺറൂഫോട് കൂടിയ വില കുറഞ്ഞൊരു മോഡൽ വരുന്നതായി വായിച്ചു. ഈ മോഡലിനെ കുറിച്ച് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ എക്സ്റ്റർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു കോമ്പാക്റ്റ് SUVയുടെ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന S സ്മാർട്ട്, അതുപോലെ തന്നെ SX സ്മാർട്ട് എന്നിങ്ങനെ 2 വേരിയൻറ്റുകൾ കൂടി ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം. 7.69 lakhs 8.16 lakhs ഈ 2 വേരിയൻറ്റുകളുടെയും വില. പെട്രോൾ CNG മോഡലുകളിൽ ഈ വേരിയൻറ്റുകൾ ലഭ്യവുമാണ്. ഇപ്പോൾ നിലവിലുള്ള S എന്ന വേരിയൻറ്റിൽ സൺറൂഫ് കൂടി ഉൾപ്പെടുത്തിയാണ് S സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ സൺറൂഫ് എന്ന് പറയുന്നത് വാഹനങ്ങളുടെ വിൽപ്പനയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് ആദ്യമായി കണ്ടെത്തിയത് കിയയും ഹ്യുണ്ടായുമാണ്. അവരുടെ എല്ലാ മോഡലുകളിലും ഇപ്പോൾ സൺറൂഫ് കാര്യമായ രീതിയിൽ വരുന്നുണ്ട്.
നമ്മളാണെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പലരും സജഷനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ വാഹനത്തെ പറ്റി പറയുമ്പോൾ അവർ പറയും അയ്യോ മോന് അല്ലെങ്കിൽ മോക്ക് സൺറൂഫുള്ള മോഡലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കുട്ടികളാണ് പ്രധാനമായിട്ട് ഈ സൺറൂഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഈ ഹ്യുണ്ടായി ആയാലും കിയ ആയാലും എല്ലാം സൺറൂഫുള്ള മോഡൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എസ് സ്മാർട്ട് എന്ന വേരിയൻറ്റിലാണ് ഇപ്പോൾ പുതുതായിട്ട് സൺറൂഫ് വന്നിരിക്കുന്നത്. നേരത്തെ SX എന്ന വേരിയൻറ്റ് മുതലാണ് സൺറൂഫ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് കുറച്ചുകൂടെ താഴ്ന്ന വിലയിലുള്ള മോഡലിൽ വന്നിരിക്കുകയാണ്. അതുകൂടാതെ എസ് സ്മാർട്ടിൽ LED DRL, LED ടെയിൽ ലാമ്പ്, ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം, 15 ഇഞ്ചിൻ്റെ വീലുകൾ, പിന്നിലും AC വെൻറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അതൊക്കെ തുടരുകയും ചെയ്യും. ഇനി SX സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു സൺറൂഫും കൂടാതെ എസ് സ്മാർട്ടിൽ പറഞ്ഞ ഫീച്ചേഴ്സും കൂടാതെ കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ കീലെസ് എൻട്രി ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്, പ്രൊജക്ടർ ഹെഡ്ലാമ്പുണ്ട്, അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറയുണ്ട്, ലെതററ്റ് സീറ്റുകളുണ്ട്, ഷാർഫിൻ ആൻറ്റിനുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി ഈ മോഡലിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത് 8.16 lakhs. അതായത് എസ് സ്മാർട്ടിന് 7.69 ആണെങ്കിൽ ഇതിൽ 8.16 lakhs കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള എക്സ്ട്രാ ആണ് കിട്ടാൻ പോകുന്നത്. ഈ രണ്ട് വേരിയൻറ്റുകളിലും 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ, ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാവുന്ന ഒരു സൗകര്യം കൂടിയുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും റിവേഴ്സ് ക്യാമറ സ്ക്രീനും ഒക്കെ അടങ്ങുന്ന ഒരു ടച്ച് സ്ക്രീനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് വലിയ വിലയൊന്നും ഇട്ടിട്ടുമില്ല കമ്പനി. അതായത് കമ്പനിയുടെ ഹ്യുണ്ടായുടെ ഒറിജിനൽ എക്യുപ്മെൻ്റാണ്. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതോടെ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് ഈ രണ്ട് വേരിയൻറ്റുകളും ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അതിന് പകരം നിങ്ങൾക്ക് 9 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ എല്ലാവരും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 3 വർഷം വാറണ്ടി കമ്പനി ഇപ്പോൾ ഏറ്റവും പുതിയ ഈ രണ്ട് വേരിയൻറ്റും കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ മോഡലിലാണ്, ഏതൊക്കെ എഞ്ചിൻ ഓപ്ഷനിലാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ 83 bhp പെട്രോൾ എഞ്ചിനിൽ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു CNG മോഡലിലും ഈ രണ്ട് വേരിയൻറ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 5 സ്പീഡ് മാനുവലും AMTയുമാണ് ഈ 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ്റെ ട്രാൻസ്മിഷനെങ്കിൽ CNGയിൽ വന്നിരിക്കുന്ന മാനുവൽ മാത്രമേ ഉള്ളൂ. അതിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ AMT വരുന്നില്ല. ഈ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 83 bhp ആണെങ്കിൽ CNGയിൽ അത് 69 bhp ആയിട്ട് കുറയുന്നുണ്ട് എഞ്ചിൻ്റെ പവർ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പുതിയ മാറ്റം വന്നിരിക്കുന്ന ഏറ്റവും പുതിയ എക്സ്ട്രകൾ. അപ്പോൾ നിങ്ങൾക്ക് എസ് സ്മാർട്ട്, SX സ്മാർട്ട് ഇങ്ങനെ രണ്ട് വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് ഈ രണ്ട് വേരിയൻറ്റുകളും വാങ്ങിക്കുകയും ചെയ്യാം. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് സജീഷ് സദാനന്ദനാണ്, കൊല്ലത്തു നിന്നും. ഞാനിപ്പോൾ സിട്രോൺ C5 എയർക്രോസ് 30 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങി. 2 ആഴ്ച കൊണ്ട് തന്നെ ഞാൻ C5ൻ്റെ ആരാധകനായിട്ട് മാറിയിരിക്കുകയാണ്. പുതിയ C5 വാങ്ങാൻ ആലോചിക്കുമ്പോഴാണ് യൂറോപ്പിൽ C5ൻ്റെ പുതിയ മോഡൽ വന്നതായി കണ്ടത്. അതിഗംഭീരമായിട്ടുണ്ട് ലുക്ക്. ആ മോഡൽ ഇന്ത്യയിൽ വരുമോ എന്നാണ് ചോദ്യം. ഈ പുതിയ സിട്രോൺ C5 എയർക്രോസ് ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമാണ്. ഇപ്പോൾ ഈ സജീഷ് പറഞ്ഞ പോലെ തന്നെ അതിമനോഹരം എന്ന് മാത്രമല്ല ഭയങ്കര മോഡേണാണ്, ഭയങ്കര എലഗൻ്റാണ്. ഈ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന C5 എല്ലാം തോന്നുന്ന രീതിയിൽ കുറച്ചൊരു ഇലക്ട്രിക് രൂപവും ഏറ്റവും പുതിയ ആധുനികമായ വാഹനങ്ങൾ കാണുന്ന ഇലക്ട്രിക് രൂപവും അതുപോലെ തന്നെ ഐസ് രൂപവും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തൊരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഗംഭീരമായിട്ടുണ്ട്. എന്ന് തന്നെയല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മോഡൽ പ്ലഗ്-ഇൻ ഹൈബ്രിഡും ഉണ്ട്, ഇലക്ട്രിക് മോഡലും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഒക്കെ ഒരേ രൂപം മതി എന്നുള്ള മട്ടിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ C5 എയർക്രോസിൻ്റെ പുതിയ രൂപം വന്നിരിക്കുന്നത്. ഈ ഒരു ഓൾ ഇലക്ട്രിക് മോഡൽ എന്ന് പറയുന്നത് 680 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ വർഷം മധ്യത്തോടെ യൂറോപ്പിൽ പുതിയ C5ൻ്റെ ഡെലിവറി ആരംഭിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇറക്കുമതി ചെയ്ത C5 ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എഗെയിൻസ്റ്റ് ഓർഡറാണ് അവർ കൊണ്ടുവരുന്നത്. വാഹനം വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ വരുമെന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പം ഡീലർഷിപ്പുകളൊന്നും അത് എക്സിബിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അത് നിർത്തിയിട്ട് ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിലേക്ക് വന്ന് തുടങ്ങുമോ എന്ന് സിട്രോൺ ഇതുവരെ പറഞ്ഞിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. തന്നെയുമല്ല C5 എയർക്രോസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് വിൽക്കുന്നുള്ളൂ. അത് കാരണം നല്ല വിലയുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ മോഡൽ റിസ്ക് എടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണെന്നാണ് നമുക്ക് പറയേണ്ടത്. എന്തായാലും അതിമനോഹരമായ മോഡലാണെന്നുള്ളത് യാതൊരു സംശയമില്ല. പുതിയ മോഡലിന് 150 മില്ലിമീറ്റർ നീളവും കൂടിയുണ്ട്. എക്സിസ്റ്റിംഗ് C5 എയർക്രോസിനേക്കാളും 150 മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട്. ഇപ്പോൾ 4652 മില്ലിമീറ്ററാണ് ഏറ്റവും പുതിയ C5ൻ്റെ നീളം. 60 മില്ലിമീറ്റർ വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എക്സ്റ്റീരിയറിൽ കൂടാതെ ഉൾഭാഗവും പൂർണ്ണമായും പുതിയതാക്കിയിട്ടുണ്ട്. പുതിയ പോർട്രേറ്റ് ടച്ച് സ്ക്രീനും അതുപോലെ 10 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. പിൻസീറ്റ് യാത്രക്കാർക്ക് 68 മില്ലിമീറ്റർ കൂടുതൽ ഹെഡ് റൂമും 51 മില്ലിമീറ്റർ കൂടുതൽ ലെഗ് റൂമും വന്നിട്ടുണ്ട്. അതായത് 60 മില്ലിമീറ്റർ വീൽ ബേസ് വർദ്ധിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ കൂടുതൽ സ്പേസ് പിൻഭാഗത്ത് വന്നിട്ടുണ്ട്. മൈൽഡ് ഹൈബ്രിഡ്, പ്ലഗ്-ഇൻ ഹൈബ്രിഡ്, ഇലക്ട്രിക് എന്നീ 3 വേരിയൻറ്റുകളാണ് C5 എയർക്രോസിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരമായ വിജയമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ വില വളരെ കൂടാനുള്ള സാധ്യത CBO ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. എങ്കിലും കാണുമ്പോൾ കൊതി വരുന്ന മോഡലാണെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സജീഷ് അതിനോട് വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥിതിക്ക്
മാക്സിമം അത് ഉപയോഗിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പുതിയ മോഡൽ വരികയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ, അല്ല യാതൊരു ഉറപ്പും കമ്പനി പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ലളിത് ചന്ദ്രശേഖറാണ്, ആമ്പല്ലൂരിൽ നിന്നും. ഫോക്സ് വാഗൺ ഗോൾഫ് GTIയുടെ ബുക്കിംഗ് തുടങ്ങിയതായിട്ട് കണ്ടു. ഈ മോഡൽ വാങ്ങുന്നത് ബുദ്ധിയാണോ? ഞാനിപ്പോൾ ഓടിക്കുന്നത് ഫോക്സ് വാഗൺ ടിഗുവാനാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. മെയ് 5 ഫോക്സ് വാഗൺ ഗോൾഫ് GTIയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ വില ഈ ഒരു മെയ് അവസാനം പ്രഖ്യാപിക്കുകയുള്ളൂ എന്നൊരു പറയുന്നുണ്ട്. എങ്കിൽ പോലെ 50 ലക്ഷം രൂപയെങ്കിലും വില പ്രതീക്ഷിക്കാമെന്നാണ് പറയേണ്ടത്. 50 ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങിയത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും നമ്മുടെ വണ്ടിപ്രാന്തിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അത്രയധികം ഒരു ഭ്രാന്തനാണെങ്കിൽ മാത്രമേ ആ ഒരു ചെറിയ ഹാഷ് ബാക്ക് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ തോന്നുകയുള്ളൂ. പക്ഷേ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന എല്ലാ യൂണിറ്റുകളും വിറ്റ് പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. എനിക്കറിയാവുന്ന 2 പേര് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു കളക്ടേഴ്സ് പീസായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതല്ല, ഫോക്സ് വാഗണിൻ്റെ പോളോയുടെ GT ഇന്ത്യയിൽ വിറ്റിരുന്നു. അതും കളക്ടേഴ്സ് ഐറ്റം പോലെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ആൾക്കാർ ആരും അത് വിൽക്കുന്ന പോലുമില്ല. അത്രയും ഗംഭീരമായൊരു വാഹനമാണിത്. അതുപോലെ തന്നെ ഇതും ഒരു 3 ഡോറാണ്. അതായത് പിന്നിൽ ബൂട്ടിൻ്റെ ഡോറും 2 ഡോറുകളും മാത്രമേ ഉള്ളൂ. 3 ഡോറാണ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഗോൾഫ് എന്ന് പറയുന്നത്. ഗോൾഫ് എന്ന് പറയുന്ന ആ ഒരു പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ വാഹനപ്രേമികളുടെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു പേരാണ്. ഫോക്സ് വാഗൺ ഏറ്റവും അധികം വിൽക്കപ്പെട്ടൊരു വാഹനമാണ് ഗോൾഫ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ആ ഒരു നെയിം പ്ലേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. എന്തായാലും പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്ന CBU ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഫോക്സ് വാഗൺ ഗോൾഫ് GT വരാൻ പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇത് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അതായത് ഫോക്സ് വാഗണിൻ്റെ ഷോറൂമുകൾ വഴിയല്ല, നിങ്ങൾ നേരിട്ട് സൈറ്റിൽ കയറുക, അങ്ങനെ ബുക്ക് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഗോൾഫ് GT എന്ന ചെറിയ വാഹനത്തിലുണ്ടാകുക. അതിന് ചെറിയ വാഹനത്തിന് എടുത്തു പറയാൻ കാര്യം, വളരെ പവർഫുള്ളായ എഞ്ചിനാണ് ഈ ചെറിയ വാഹനത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. 265 bhp എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 370 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അപ്പോൾ അതിൽ എത്ര പവർ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഗോൾഫ് GT ലഭ്യമാവുക. ഫ്രണ്ട് ആക്സിൽ ഡിഫറൻഷ്യൽ ലോക്കും ഉണ്ടാകും എന്നുള്ള മറ്റൊരു കാര്യം. സ്പീഡ് 250 കിലോമീറ്ററായിട്ട് ഇലക്ട്രോണിക്കലി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കൂടുതൽ വേഗത കിട്ടും, പക്ഷേ അത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പ്, 18 ഇഞ്ച് അലോയ് വീല്. 18 ഇഞ്ച് അലോയ് വീലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും ചെറിയ വാഹനത്തിൽ 18 ഇഞ്ച് അലോയ് വീല് സാധാരണ കൊടുക്കുന്നതല്ല, അതുകൊണ്ട്. പിന്നെ GTയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മുൻ ബമ്പറിൽ 5 ലൈറ്റുകൾ വീതമുള്ളൊരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തത്. അത് വളരെ വ്യത്യസ്തമായ ഡിസൈൻ എലമെൻ്റാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം. ഗ്രേ, ബ്ലാക്ക്, റെഡ് എന്നീ നിറങ്ങളിലാണ് ഈ വാഹനം ലഭ്യമാകുക. ഇപ്പോൾ ഈ പുതിയ ടിഗുവാൻ R-Line നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ടെസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇൻറ്റീരിയറിന് സമാനമായ രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. 10.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഫാബ്രിക്കും അതുപോലെ ലെതറും ചേർന്നെടുത്തുള്ള ഒരു അപ്ഹോൾസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ്. എന്തായാലും ഒരു തികഞ്ഞ വണ്ടിപ്രാന്തനാണെങ്കിൽ 50 ലക്ഷം രൂപ വാങ്ങിക്കുന്നത് തെറ്റില്ല. അല്ലെങ്കിൽ അത് ഈ ഒരു പൈസയ്ക്ക് ബർത്താണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ മാത്രമേ ഫോക്സ് വാഗൺ അത് വിൽക്കാൻ സാധിക്കൂ, കാരണം അത് പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന വാഹനമാണ്. ഇനി ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ അടുത്ത കാലത്താണ് ഡൽഹി ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി ഷോ എന്ന ആ ഒരു വലിയ ഒരു മാമാങ്കം, വാഹന മാമാങ്കം നമ്മൾ 4 എപ്പിസോഡൊക്കെ ചെയ്തത്. അത് 2 വർഷത്തിൽ ഒരിക്കലാക്കി എന്നുള്ളതാണ് ഈ ആഴ്ചയിൽ ഒരു കൗതുക വാർത്ത. 2 വർഷത്തിൽ ഒരിക്കലാക്കിയെന്ന് പറഞ്ഞാൽ പണ്ട് ഇത് തുടങ്ങിയ കാലത്ത് 86-ലാണ് ഇത് ആദ്യമായിട്ട് ഡൽഹി ഓട്ടോ എക്സ്പോ തുടങ്ങിയത്. അന്ന് ആ കാലം തൊട്ട് 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഈ ഓട്ടോ ഷോ നടന്നുകൊണ്ടിരുന്നെങ്കിലും ഇടയ്ക്ക് കോവിഡിൻ്റെ കാലത്ത് ഓട്ടോ ഷോ നടത്താൻ സാധിക്കാത്തത് മൂലമായിരിക്കാം കഴിഞ്ഞ 2 വർഷങ്ങൾ അടുപ്പിച്ച് ഡൽഹി ഓട്ടോ എക്സ്പോ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെയില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2025 ജനുവരിയിൽ കഴിഞ്ഞെങ്കിൽ ഇനി 2027 ഫെബ്രുവരിയിൽ ഓട്ടോ എക്സ്പോ ഉള്ളൂ എന്നാണിപ്പോൾ നടത്തിപ്പുകാർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ അവസാനോട് സമാപിച്ച ആ ഓട്ടോ എക്സ്പോ എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ച ഒരു ഓട്ടോ എക്സ്പോ ആയിട്ട് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോകളൊന്നാണ് ഡൽഹി ഓട്ടോ എക്സ്പോ. പക്ഷേ അത് ഇത്തവണ വലിയൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. അത്രയധികം ആൾക്കാർ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ധാരാളം പുതിയ വാഹനങ്ങൾ, ധാരാളം പുതിയ കമ്പനികളെല്ലാം തന്നെ വന്നിരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ വിൻഫാസ്റ്റ്
നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന തൂത്തുക്കുടിയിൽ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാമീസ് കമ്പനിയായ വിൻഫാസ്റ്റ് പോലുള്ള കമ്പനികൾ, അങ്ങനെ ലീപ് മോട്ടർ എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന കമ്പനി, അങ്ങനെ ധാരാളം പുതിയ കമ്പനികൾ വന്നിരുന്നു, ധാരാളം EVകൾ വന്നിരുന്നു. അതൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷം പേര് ഇത് കാണാൻ വന്നത്. എന്തായാലും 2024 25 അടുപ്പിച്ച് നടന്നെങ്കിൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് 2027 ഫെബ്രുവരി 4 ആയിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തിൽ ഒരിക്കലായിട്ട് വീണ്ടും ഈ ഒരു ഓട്ടോ ഷോ മാറാൻ പോകുമെന്നാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഭാരത് മണ്ഡപം, അതായത് ഇപ്പം നടന്ന ഭാരത് മണ്ഡപം കൂടാതെ ദ്വാരകയിലെ യശോഭൂമി, ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ സെൻറ്റർ എന്നിവിടങ്ങളിലായിട്ടായിരിക്കും ഈ ഫെബ്രുവരി 4 മുതൽ 7 വരെ ഇനി ഈ വാഹനം മാമാങ്കം നടക്കാൻ പോകുന്നത്. ഇത്തവണ ചില കമ്പനികൾ ഭാരത് മൊബിലിറ്റി ഷോയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അത് ഹോണ്ട, നിസാൻ, റെനോ, ഓഡി ഒക്കെ തുടങ്ങിയ കമ്പനികളായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് വിട്ടുനിന്നത് പല കമ്പനികളും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് താങ്ങാനാവാത്ത ചിലവാണ് അവിടെ ഈ ഒരു ഓട്ടോ എക്സ്പോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതായത് വലിയൊരു ഫീ നടത്തിപ്പേർക്ക് കൊടുക്കുന്നത് കൂടാതെ അത്രയും വലിയ ഹോളൊക്കെ എന്താണ് അവരുടെ കമ്പനിയുടെ താല്പര്യത്തിനനുസരിച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ വലിയ കോടികളുടെ ചിലവായതുകൊണ്ടാണ് ചില കമ്പനികൾ വിട്ടു നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും 10 ലക്ഷം പേരൊക്കെ സന്ദർശിക്കുന്ന ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇനി മുതൽ എല്ലാ കമ്പനികളും വരാനുള്ള സാധ്യതയാണ് കാണാനുള്ളത്. കാരണം അത്രയും ഗംഭീരമായ ഒരു ഓട്ടോ ഷോയാണ് നമ്മൾ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് നടക്കുന്ന ഒരു ഓട്ടോ ഷോയുമാണത്. അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും 2 വർഷത്തിലൊരിക്കലായിട്ട് ഓട്ടോ എക്സ്പോ മാറി എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത. അപ്പോൾ ഇനി പറയാനുള്ളത് പോപ്പുലർ ഹ്യുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹ്യുണ്ടായി നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിലുടനീളം 36 സർവീസ് സെൻറ്റേഴ്സും 36 സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹ്യുണ്ടായി. നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏതൊരു വാഹനം ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് നിങ്ങൾ വാഹനം ഓടിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകൾ, ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളുമായിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EV വന്നിരിക്കുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ടാകും. ഗംഭീരമായ ഒരു EV ആണത്. ഹ്യുണ്ടായി അല്ലെങ്കിൽ തന്നെ കോന തൊട്ട് ആദ്യമായിട്ടൊരു SUV EV കൊണ്ടുവന്ന കമ്പനി ഹ്യുണ്ടായാണ്. അതിൻ്റെ ആ ഒരു ഗുണമെല്ലാം തന്നെ ഏറ്റവും പുതിയ ക്രെറ്റ EVയിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ക്രെറ്റ EVയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ബുക്ക് ചെയ്യുക വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. കൂടാതെ പോപ്പുലർ ഹ്യുണ്ടായെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പരിഭവങ്ങൾ, കുറ്റങ്ങൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ എന്ത് പറയാനും ഈ ഒരു നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കുന്നതുമായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ 2 തരത്തിലയക്കാം. ഒന്ന് baijuannar@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജുഅന്നാർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജുഅന്നാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി കാണാൻ പോകുന്നത് നമ്മൾ MG വിൻസറിൻ്റെ ഏറ്റവും പുതിയ EV Pro എന്ന മോഡൽ ടെസ്റ്റ് ഡ്രൈവായിട്ടായിരിക്കും. അപ്പോൾ ആസാമിലെ ഗോഹട്ടിയിൽ നിന്നും എല്ലാവർക്കും ബൈ.